ഷെഡീസ് എന്ന് പറയുന്ന ഒരു കനേഡിയൻ ബേസ്ഡ് കമ്പനിയാണ്. ഇവരുടെ ആദ്യത്തെ ബിസ്ക്കറ്റാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ഒരു സാധനമാണ് ആദ്യത്തേത്. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഒരു പുതുമ കൊണ്ടുവരണം. അങ്ങനെ ഇവർ ഒരു കമ്പനി ഏജൻസിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ബിസ്ക്കറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും കൊണ്ടുവരുത്താൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾക്ക് കസ്റ്റമർ അടുത്തൊരു പുതുമ ഫീൽ ചെയ്യണം. അപ്പോൾ കുറേ റിസർച്ച് എടുത്തിട്ട് അവരൊരു കാര്യം ചെയ്തു. ആ ബിസ്ക്കറ്റിനെ നേരെ ഡയമണ്ട് ഷേപ്പിലാക്കിയിട്ട് പറഞ്ഞു, ദിസ് ഈസ് ന്യൂ ബിസ്ക്കറ്റ്. നേരത്തെയുള്ള അതേ ബിസ്ക്കറ്റിനെ തിരിച്ച് ഡയമണ്ട് ഷേപ്പിലാക്കിയിട്ട് പറഞ്ഞു, ന്യൂ ബിസ്ക്കറ്റ് ഇൻ ഡയമണ്ട് ഷേപ്പ്. നേരത്തെ സ്ക്വയർ ഷേപ്പ് ആയിരുന്നു. ഇത് കസ്റ്റമർ ഇറക്കി. നമുക്ക് ചിരി വരുന്നില്ല ആലോചിക്കുമ്പോൾ. കാരണം ഒരു മാറ്റവും വരുന്നില്ല. ബിസ്ക്കറ്റിനെ ചെരിച്ചിട്ട് അവർ ആൾക്കാരോട് പറഞ്ഞു, പുതിയ ബിസ്ക്കറ്റായി ഡയമണ്ട് ബിസ്ക്കറ്റ്. അവരൊറ്റ മാറ്റം കൊണ്ട് 1 മാസം കൊണ്ട് അവരുണ്ടാക്കിയ ഗ്രോത്ത് എന്ന് പറയുന്നത് 18%. ആൾക്കാരുടെ മൈൻഡിലേക്ക് പുതിയ രീതിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത്. ഇതിൽ ഏറ്റവും രസമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അവർ കോംബോ പാക്ക് ഇറക്കി. കോംബോ പാക്കിൽ 2 ബിസ്ക്കറ്റും ഉണ്ടാവും. സ്ക്വയർ ബിസ്ക്കറ്റും ഉണ്ടാവും, ഡയമണ്ട് ബിസ്ക്കറ്റും ഉണ്ടാവും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സ് എന്താണെന്നല്ല, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെടുത്തുള്ളത് എല്ലാ ബിസിനസ്സിലുള്ള പ്രൊഡക്റ്റോ നമ്മളെടുത്തുള്ളത് അത് സെയിം ആണെങ്കിൽ കൂടി അത് കസ്റ്റമറുടെ മൈൻഡിലേക്ക് എത്ര ഇന്നോവേറ്റീവായിട്ട് പിച്ച് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ റിസൾട്ട് അതിൽ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ബിസ്ക്കറ്റ്. കണ്ടോ, ഓൾഡ് ബോറിംഗ്, ന്യൂ എക്സൈറ്റിംഗ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഹൗ യു പ്രസൻറ്റ് യുവർ പ്രൊഡക്റ്റ്.